ഇന്ന് നമ്മള് കോട്ടയത്തെ ആമ്പല് പൂത്തിരിക്കുന്നത് കാണാൻ പോന്നെ. പൂട്ടുവാണ്, അമ്മ പൂട്ടിക്കോളാം. കൊച്ചു പോയി വണ്ടിയെ കയറിക്കോ. നമ്മള് മലരിക്കലാണ് പോകുന്നത്. അപ്പൊ ഫുഡ് ഫാമിലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അച്ചമ്മയുണ്ട്, ഞാനുണ്ട്, ദാംകുട്ടിയുണ്ട്, അമ്മയുണ്ട്, അച്ഛയുണ്ട്, മുത്തച്ഛനുണ്ട്, ചേട്ടാച്ചനുണ്ട്. നമ്മളിപ്പോൾ പോകുന്നതേ കോട്ടയം, ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയത്തിൽ നിന്ന് കുമരകം റൂട്ടിൽ തിരുവാർപ്പ് ചെന്നിട്ട് കാഞ്ഞിരം കവല, അവിടെയാണ് മലരിക്കൽ. ഇപ്പം നമ്മൾ നാഗമ്പടമായി. ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അറിയാം ആമ്പലൊക്കെ ഉണ്ടോയെന്ന്. കറക്റ്റ് വിവരം അറിയത്തില്ല കേട്ടോ. മഴയൊക്കെ ആയിരുന്നുകൊണ്ടും ആമ്പല് ഉണ്ടോ ഇല്ല എന്നുള്ള കറക്റ്റ് അറിയത്തില്ല. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അക്ഷര നഗരിയിലേക്ക് സ്വാഗതം. അതവിടെ എഴുതി വെച്ചേക്കുവാണോ? ഇപ്പം നമ്മൾ ബേക്കറി ജംഗ്ഷനിൽ എത്തി. ഇവിടുന്നാണ് റൈറ്റിലേക്ക് കുമരകം പോകുന്നത്. ഈ റൂട്ടിൽ ഒരു 5-6 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് മലരിക്കിലേക്ക് തിരിയുന്ന ജംഗ്ഷനാകുന്നത്. ഇത് CMS കോളേജ്, 100 വർഷത്തിലേറെ പഴക്കമുള്ള കോളേജാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ കോളേജാണ്. പ്രശസ്തരായ പലരും പഠിച്ചിറങ്ങിയ കോളേജാണ്. ശരിയാ. കോട്ടയത്ത് നിന്ന് കുമരകം റൂട്ടിൽ വരുമ്പോൾ ഇല്ലിക്കന്ന് ലെഫ്റ്റ് തിരുവാർപ്പ് റൂട്ടിൽ വരിക. തിരുവാർപ്പ് റൂട്ടിൽ വന്നിട്ട് കുറച്ച് ദൂരം ഒരു 1-2 കിലോമീറ്ററോളം ഏകദേശം വന്നിട്ട് കാഞ്ഞിരം ജെട്ടി ബോർഡ് കിട്ടും. അതിലെ കാഞ്ഞിരം ജെട്ടിയിൽ വരിക. നമ്മളപ്പം നമ്മുടെ മലരിക്കലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വഞ്ചി പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി പോവാം. എന്നിട്ട് നമ്മുടെ ആമ്പൽ വസന്തം നമുക്കൊന്ന് കാണാം. വള്ളത്തിൽ കയറി പോവാം. വഞ്ചിയല്ല, വള്ളം. ഞങ്ങളുടെ നാട്ടിൽ വള്ളം എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ വഞ്ചി എന്ന് പറയുവേ. അതെ, സ്വന്തമായിട്ട് വഞ്ചി ഉണ്ടായിരുന്നാ? ആണോ? കണ്ടാ പറയല്ലേ. വണ്ടി ഇല്ലാതുള്ളൂ, വഞ്ചി ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴേ അധികം പൂക്കളില്ല, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ പൂ ആടി പോകുന്നതിന് മുമ്പ് നമുക്ക് വള്ളത്തെ കയറി കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാം. എന്നിട്ട് ബാക്കി പറയാം അല്ലേ. അപ്പൊ ഈ വള്ളത്തല്ലേ നമ്മളിന്ന് പോകുന്നത് കേട്ടോ. വീണ് കഴിയും പറയാം. ഇവിടെ അധികം താഴ്ചയൊന്നുമില്ല, 2 അടിയോളം താഴ്ചയേ ഉള്ളൂ. ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നതാണ്. ഇതിപ്പം കുറച്ച് കഴിയുമ്പം ഈ വെള്ളം ഇറക്കി വിട്ടിട്ട് ഇനിയും കൃഷി ചെയ്യാനുള്ളതാണ്. ഇതേ കോട്ടയത്തെ ഏറ്റവും വലിയ പാടശേഖരമാണിത്. ഇത് ഏതാണ്ട് 1800 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന പാടശേഖരമാണ്. ഇവിടെ തുലാമാസത്തിലാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് മോട്ടർ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം പറ്റിച്ച് ആമ്പലെല്ലാം കളയും. അതിനുശേഷമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ ആമ്പല് കുറച്ച് കഴിയുമ്പോ കളയുമല്ലേ, കൃഷി ചെയ്യാറാകുമ്പോഴത്തേന് ഇത് കളയും, ഇതെല്ലാം പോകും. പിന്നെ കുംഭമാസത്തിൽ വിളവെടുപ്പ് നടത്തും. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ പിന്നെ ഇതുപോലെ ആമ്പലെല്ലാം വന്ന് കിളത്ത് നല്ല ഭംഗിയാ കാണാനായിട്ട്. പൂ ആരും പറിക്കല്ലേ, ഇവിടെ വീണ്ടും വരുന്നവർക്ക് കാണാനുള്ള, അതുകൊണ്ട് പൂ പറിക്കില്ലേ. അതെ, തൊട്ടോളം പറഞ്ഞോണ്ട് അച്ഛമ്മയും പിള്ളേരെയൊക്കെ തൊടാൻ ശ്രമിക്കുക. അച്ഛമ്മയൊക്കെ തൊട്ട് കളിച്ചോണ്ട് പോവുക. അതെ, അച്ഛമ്മയോട് ചുമ്മാ തൊടാനേ പറഞ്ഞുള്ളൂ. അച്ഛമ്മ ചുമ്മാ പറിച്ചെടുക്കാനാണോ നോക്കുന്നത്? ഇവിടെ 2 സൈസ് ആമ്പലുണ്ട്, വെള്ളയും പിങ്ക് കളറും. 2 സൈസ്, അങ്ങനെ 2 സൈസ് ആമ്പലുണ്ട്. പക്ഷെ വെള്ള കുറച്ച് ഭാഗത്ത്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ. പിങ്കാണ് കൂടുതലും. ദാമിക്കുട്ടിയും കുഞ്ഞിക്കണ്ണനും വെള്ളത്തിൽ കളിയാ. കുഞ്ഞിക്കണ്ണൻ ദാമിക്കുട്ടിയെ നല്ലപോലെ ഇറുക്കി പിടിച്ചേക്കും. അതുകൊണ്ട് ദാമിക്കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്. വെള്ളത്തിൽ തൊടാൻ പറ്റുന്നില്ലെന്നാ ദാമിക്കുട്ടി പറയുന്നത്. ഇതിനുള്ള സ്ഥലങ്ങള് കാണാൻ നല്ല രസമുണ്ട്. നോക്കത്താ ദൂരത്ത് ഇങ്ങനെ അമ്പലം വിടർന്ന് നിൽക്കുന്നത് അതുകൊണ്ടോ. ഒരു കൊക്ക് നല്ലപോലെ പോസ് ചെയ്ത് തന്നോണ്ടിരുന്ന. അതെ അതെ, നമ്മളെ കണ്ടോണ്ട് അതെ പറന്നുപോയി. താറാവ് നീന്തു വന്ന്. ഞങ്ങള് വഞ്ചിയില് വള്ളത്തെ കയറി ആമ്പല് കണ്ടോണ്ടിരുന്ന ആർക്കും വിശപ്പില്ലായിരുന്നു. വള്ളത്തിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങി എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചങ്ങ് നീങ്ങുമ്പം ഒരു 10-200 മീറ്റർ അങ്ങ് നീങ്ങി കഴിയുമ്പോഴത്തേനും മോനായിച്ചേട്ടൻ്റെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പം അവിടെ ചെറിയ ചായയും കുമ്പിളപ്പവും ഉണ്ണിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ കുമ്പിളപ്പവും ചായയൊക്കെ കഴിക്കുക. അടുത്തൊരു ചെറിയ സ്ഥലത്തോട്ടും കൂടെ പോയിട്ട് വരാം. അടുത്ത സ്ഥലത്ത് എത്തിയപ്പോഴേ ഒരു തെങ്ങിൻതടിപ്പാലം കണ്ടേ. കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കിളി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കുക. ഇതുവരെ കയറിയിട്ടില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കുക.
നമ്മൾ ആദ്യം വന്നത് കാഞ്ഞിരഞ്ചെട്ടി കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിലായിരുന്നു. ഇതാണ് ശരിക്കും മലരിക്കൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അപ്പം ഒന്നുകൂടെ ബോട്ടെ വള്ളത്തെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ഇതാണ് ആ ചേട്ടൻ്റെ വള്ളമാണ്. അപ്പോൾ അതിലായിട്ട് കുഞ്ഞിക്കിളി കയറി ഇരുന്ന് സ്റ്റിയറിംഗ് ഒക്കെ കറക്കുന്നുണ്ട്. കുഞ്ഞിക്കിളി പോയേക്കാം. എങ്ങോട്ടാ പോകണ്ടേ? അങ്ങോട്ട് പോന്നോ? ആ പോയേക്കാം. ആ ചേട്ടനെ വിളിക്കേ. നിങ്ങൾ പതുക്കെ പോകണം കേട്ടോ, വലിയ സ്പീഡിലൊന്നും പോകല്ലേ, പതുക്കെ പോകുള്ളൂ കേട്ടോ. ആ വരിക. ആ പുതിയ ഡ്രൈവർ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഇല്ലിക്കൊക്കെ വെച്ച് മലരിക്കലിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ മെമ്പറാണ് വിശാഖ്. ഇത് വിശാഖിൻ്റെ ഒരു സുഹൃത്താണ് സുഭാഷ് ചേട്ടൻ്റെ വള്ളമാണ് ഇതുള്ളത്. നമ്മൾ അതേലാണ് പോകാൻ പോകുന്നത്. അപ്പം ഇത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടം ജെ ബ്ലോക്ക് 9000 2000 ഏക്കറാണ് ഈ പാടത്തിൻ്റെ വിസ്തൃതി. അതിനകത്തൊരു 600-700 ഏക്കറോളം ആമ്പൽപ്പൂ കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഈ 2000 ഏക്കർ ചുറ്റും കറങ്ങി അടിച്ച് നമ്മൾ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ചെറിയ വള്ളത്തിൽ ഈ ആമ്പലിനകത്തൂടെ നമ്മൾ ആളുകളെ കൊണ്ടുപോകുന്ന ഉണ്ട്. 2019 മുതൽ നമ്മൾ സജീവമാണ് ഈ ആമ്പൽപ്പാടത്ത്. ഇപ്പം നമ്മൾ പുതിയ വള്ളമാണ്, വേറെ 2 ചെറിയ വള്ളം കൂടി നമുക്കുണ്ട്. അതാണ് നമ്മൾ ആദ്യം മേടിച്ച വള്ളം. രണ്ടാമത് ഈ തോണ ഇറക്കി ഒരു പുതിയ വള്ളമാണ്. ചേട്ടൻ മാറിക്കോ ഒറ്റയ്ക്ക് ഇരുന്നോളൂ. ചേട്ടൻ മാറി ചേട്ടൻ ഞങ്ങൾ ഓടിച്ചു. നമ്മുടെ വള്ളത്തിലെ മെയിൻ ഡ്രൈവർ കുഞ്ഞിക്കണ്ണനായിട്ടോ. അതെ, ഇവിടെ സ്റ്റിയറിംഗ് വെറുതെ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ വള്ളത്തിന്റെ ഫുള്ള് കൺട്രോളും നമ്മുടെ സുഭാഷ് ചേട്ടന്റെ കയ്യിലാണ്. ഇപ്പം ഒരുമാതിരി വെയിൽ വരുമ്പോഴത്തേനും ഈ ആമ്പല് കൂമ്പി പോകാൻ തുടങ്ങുവേ. ഇപ്പൊ എന്താണ്ട് ആമ്പലെല്ലാം കൂമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടെ ഈ ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തിൽ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2000 ഏക്കർ നെൽപ്പാടമാണെങ്കിൽ 600 ചില്ലുവാനം കൃഷിക്കാരുണ്ട്. ഇവിടെ കർഷകരും കർഷക തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നതിൻ്റെ ചുറ്റിനും. ഞങ്ങളൊക്കെ ഇവിടുത്തെ കൃഷിക്കാർ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ആമ്പൽ സീസൺ കഴിഞ്ഞ് തന്നെ ഒക്ടോബർ സമയങ്ങളിൽ ഇവിടെ കൃഷി ഇറക്കും, വിത. പിന്നെ വിത കഴിഞ്ഞ് അങ്ങനെ അന്നേരം നല്ല പച്ച കളറായിരിക്കും ഇവിടെ. അതിനുശേഷം നമ്മൾ പിന്നെ കൊയ്ത്ത്, അങ്ങനെ ഏത് സമയത്ത് വന്നാലും ഇവിടെ നല്ലൊരു സീസൺ സമയമാണ്. ഈ വിതയുടെ പച്ച ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ 4 മണി സമയം വൈകുന്നേരം ആ സമയത്താണ് വരുന്നത്. വന്ന് കണ്ട് നല്ല ഭംഗിയായിട്ട് പോകാം. പിന്നെ ഇവിടെ ആലപ്പുഴ കോട്ടയം തീർന്ന് ആലപ്പുഴ തുടങ്ങുന്ന സ്ഥലം കൂടെയാണ് ഇവിടെ. ഇത്രയും വലിയ പാടശേഖരമായതുകൊണ്ട് ഇവിടെ പാക്കുഞാർ നടുവല്ല, നടിയിലിൻ്റെ പരിപാടിയല്ല. ഇവിടെ മൊത്തം ഈ കരപ്പാടം മുതൽ കായൽ വരെ 2ആയിട്ടാണ് കരപ്പാടം കായലുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഞാർ നടുവല്ല. ഇവിടെ നമ്മൾ വിത്ത് കിളിപ്പിച്ച് അത് വിതയ്ക്കുക എന്ന് പറയും. എറിഞ്ഞിങ്ങനെ പിടിപ്പിക്കുന്നതിന് വിതയ്ക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഇവിടെ. പിന്നെ അത് ഒക്ടോബർ കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ കൂടി ഇവിടെ കൊയ്ത്തിൻ്റെ സമയമാവും. അപ്പോഴും ഇവിടെ നല്ല ഭംഗി തന്നെയാണ്. നെല്ല് വിളഞ്ഞിട്ട് നല്ല ഗോൾഡൻ കളറിലായിരിക്കും പാടം മൊത്തം കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏകദേശം 13-14 നെല്ല് നമ്മുടെ റോഡ് സൈഡിൽ വരും. നല്ല മണ്ണും കൂന പോലെ ഇങ്ങനെ നെല്ലുകൾ കൂട്ടിയിട്ട് അവിടെ നിന്നാണ് ലോറി സൗകര്യം ഉള്ളത്. അവിടെ നിന്നാണ് നെല്ല് കയറ്റി വിടുന്നത്. മലരിക്കൽ എപ്പം വന്നാലും നല്ല കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ മലരിക്കലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വീഡിയോ കണ്ട് മലരിക്കൽ എത്തണം. ബോട്ടിംഗ് ഉണ്ട്. മറ്റേ ആമ്പലിൻ്റെ സമയമാകുമ്പോൾ ഉണ്ട്. ആമ്പലിൻ്റെ സമയം കഴിഞ്ഞാലും ബോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറം നമ്മൾ ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പാടം കഴിഞ്ഞാൽ അപ്പുറം ആർ ബ്ലോക്കാണ്. ആർ ബ്ലോക്ക് പിന്നെ അങ്ങോട്ട് കായലുകളാണ്. ആർ ബ്ലോക്ക്, സി ബ്ലോക്ക്, ചിത്തിര, റാണി, മാർത്താണ്ഡ ഇതെല്ലാം കായലുകളാണ്. ഇവിടുന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ആലപ്പുഴ ചെല്ലാം. കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസുള്ള ആണ് കാഞ്ഞിരഞ്ചെട്ടി. ടവർ കാണുന്നതിൻ്റെ അപ്പുറം കായലാണ്, പഴുക്കാനില കായൽ. ഇതുണ്ടോ, വെയിലായതുകൊണ്ട് ഒരാൾ തുവാല വെച്ച് തൊപ്പിയൊക്കെ കെട്ടി. ദാമിക്കുട്ടി ഇരുന്ന് ഉറങ്ങി. ചേച്ചയുടെ കയ്യിൽ കുടയുള്ളതുകൊണ്ട് ഞാൻ ചേച്ചയുടെ അടുത്തോട്ട് പോവാന്ന്. വെയില് തിരിഞ്ഞ് ഉറങ്ങാൻ പറ്റുമോ? കൊച്ചു നോക്കുമ്പോ തണലത്തല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതാ ചേച്ചിയുടെ അടുത്തോട്ട് പോയത്. പക്ഷേ ഇല്ല, വെയിലുണ്ടെങ്കിലും ചൂടെടുക്കുന്നില്ല, കാറ്റുണ്ടല്ലോ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെമ്മീനൊക്കെ കിട്ടും കേട്ടോ. അതെ, ഞങ്ങൾ ചെമ്മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചേട്ടൻ ചെമ്മീനൊക്കെ ആയിട്ട് ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു. നമുക്കങ്ങനെ 1 കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. രഞ്ജിത്ത് എന്നാ ചേട്ടൻ്റെ പേര്. അതെ, ഒരെണ്ണം എടുത്ത് കാണിച്ചേ. ജീവനുണ്ടോ? ആണോ? അതുണ്ടോ കൊഞ്ച്. നമ്മുടെ സുഭാഷ് ചേട്ടൻ വല വീശാൻ പോവാ. വല്ല മീനും കിട്ടുമോ നോക്കാവേ. നോക്കാം. കുഞ്ഞുമീനെ കിട്ടിയിട്ടുണ്ടല്ലോ.
വള്ളത്തിയാന്ന് തോന്നുന്നു. വള്ളത്തിയാന്ന് തോന്നുന്നു. വള്ളത്തി. ആ വള്ളത്തിയാ. അപ്പോഴേ കുറച്ച് പള്ളത്തി ഇതായിരുന്നു കിട്ടിയത്. ഒരു കരിമീൻ കുഞ്ഞും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ വിട്ടു. പിന്നെ കിട്ടിയ ആ ചെറിയ പള്ളത്തിനെയൊക്കെ വിശാഖ് വേഗം തന്നെ കൂടിനകത്ത് പെറക്കിയിടുക. അച്ചമ്മയ്ക്ക് പാടിക്കാണേ. ചിത്തിരത്തോണിയിലക്കര പോകാനെത്തിടാമോ പെണ്ണേ, ചിറയും കീഴിലെ പെണ്ണേ. അടുത്ത നമ്മുടെ ബോട്ടിന്റെ മെയിൻ ഡ്രൈവർ മുത്തിന് അവർ ഓടിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കിയാലോ എന്നൊരാഗ്രഹം. അവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കി മുത്ത് കയറി ഇരുന്നിട്ടുണ്ട് ഓടിക്കാൻ. വണ്ടി ഓടിക്കുന്ന പോലാണോ ബോട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ഓടിച്ച് മനസ്സിലാക്കുമല്ലോ എന്ന് ഓർത്തായി. അതെ, ആ ലിവർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി. പക്ഷേ ഇത് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി നല്ല കട്ടിയാ, നല്ല ബലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിക്കണം. ഇവിടെ മീൻ ചൂണ്ടയിട്ടാൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞോണ്ടേ കുഞ്ഞിക്കിളി വിശാഖിൻ്റെ കൂടെ നടന്ന് പോയി ചൂണ്ടയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ചൂണ്ടയിട്ട് നോക്കുക മീൻ കിട്ടുമെന്ന്. അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. അപ്പം നമ്മളെ കൊണ്ടുപോയത് സുഭാഷേട്ടനായിരുന്നു. അപ്പോൾ സുഭാഷേട്ടനെ നേരത്തെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങും ഉണ്ട്, പിന്നെ ഹോംലി ഫുഡും സുഭാഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡും എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പോൾ ഞങ്ങൾ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ വന്നേ പിന്നെയാണ് സുഭാഷേട്ടനെ പരിചയപ്പെട്ടത്. അതും വിശാൽ മുഖേനയാണ് നമ്മൾ സുഭാഷേട്ടനെ കോൺടാക്ട് ചെയ്തത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് സുഭാഷേട്ടൻ്റെ വീട്ടിൽ ഹോംലി ഫുഡും എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പം ഈ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വരുന്നവർ ഒരു നേരത്തെ, അതായത് ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ വന്ന് കണ്ട് കഴിയണം. അല്ലെങ്കിൽ ഈ വെയിലുറക്കും തോറും ഈ ആമ്പൽ കൂമ്പി തുടങ്ങും. അപ്പം നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആദ്യം പോയെടുത്ത് നമുക്ക് ആമ്പലെല്ലാം വിടർന്ന് കിട്ടി. രണ്ടാമത് പോയപ്പോൾ ചെറുതായിട്ട് കൂമ്പിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പം വരുന്നവർ നേരത്തെ വരിക. അപ്പം ഞാൻ സുഭാഷയുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പം സുഭാഷേനെ കോൺടാക്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ ആമ്പൽ വസന്തം ആസ്വദിക്കാം, നല്ല ഹോംലി ഫുഡും കഴിക്കാം. കുഞ്ഞിക്കിളിയുടെ ചൂണ്ടിടൽ കഴിഞ്ഞത് കുഞ്ഞിക്കണ്ണനും വിശാലും കൂടെ പോയി ചൂണ്ടിയിടുക. ഇതുവരെ ഒന്നും കിട്ടിയില്ല. കുഞ്ഞിക്കണ്ണ ഇന്ന് കറിക്കുള്ള മീൻ പിടിച്ചിട്ടേ പോവുള്ളൂ. കുഞ്ഞിക്കണ്ണനെ മീൻ പിടിക്കുമല്ല, മീൻ തീറ്റ ഇട്ട് കൊടുക്കുക. മീൻ തിന്ന് കഴിയുമ്പോൾ ആവുമ്പോൾ ചൂണ്ട പൊക്കും, അന്നേരം ഇരയാൻ തീർന്നു പോകും. ഇതേ കുഞ്ഞിക്കണ്ണന് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എന്നാ മീനാ? ചെമ്പല്ലി. ആ അത് കേട്ടോ. കളിയാക്കിയല്ലായിരുന്നോ തീറ്റ കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ മീനെ പിടിച്ച കണ്ടോ? ഓ അയ്യോ പിടിച്ച. വിശാഖേ ടാറ്റ, ഞങ്ങൾ ഇനിയും വരാം കേട്ടോ. ഇനി നേരെ നല്ലൊരു ഹോട്ടൽ നോക്കി നിർത്തണേ, വിശക്കുന്നുണ്ട് നല്ലപോലെ. ദാമിക്കുട്ടി ഇത് അവിടെ താറാവ് നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? താറാവെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് ദേഹമെല്ലാം തോർത്ത് കഴിഞ്ഞിട്ടുണ്ടോ വെയിൽ കായാൻ. വെയില് കാഞ്ഞ് ഉണക്കുക, തൂവലെല്ലാം ഉണക്കുക. എല്ലാരും കൂടെ നിന്ന് കണ്ടോ? ആ നിരന്ന് നിൽക്കുക എല്ലാരും. അതെ, കുളിച്ച് തോർത്തുക. എന്നിട്ട് വേണം ഇനി അടുത്ത കുളിക്ക് പോകാൻ. അതെ അതെ. അങ്ങോട്ട് പോയപ്പോഴേ ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് ശരിക്കും ഇങ്ങ് താഴോട്ട് നോക്കാൻ പറ്റിയില്ല. ആമ്പൽ കാണാനുള്ള ധൃതിക്ക്. ഇപ്പം ആമ്പലെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ കേട്ടോ. പാലത്തിന്റെ 2 സൈഡിലും നോക്കി നല്ലപോലെ പച്ചപ്പ് നിറഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വ്യൂ ആ. പാലത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആ, നല്ല രസമുണ്ട് കാണാൻ. ആ അപ്പോൾ ഞങ്ങൾ കഴിക്കാനെല്ലാം കയറി. ബിരിയാണി ഫ്രൈഡ് റൈസുമാണ് പറഞ്ഞേക്കുന്നത്. വന്നില്ല, വെയിറ്റിങ്ങിലാണ്. ബിരിയാണി ഫ്രൈഡ് റൈസ് എല്ലാം വന്നിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറി. ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദാമക്കുട്ടി ഏത് പാട്ടാ വേണ്ടിയേ? കല്ലാട്ട വെക്കണോ? മലരിക്കൽ ആമ്പൽ വസന്തം എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞിക്കിളിക്കേ അവിടെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞിക്കിളി ഇടയ്ക്ക് വെച്ച് വഴക്കിട്ട് അല്ലേ? കുഞ്ഞിക്കിളിക്ക് അവിടെ ഇറങ്ങി കുളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ആമ്പലൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇറക്കിയില്ല. അതുപോലെ വേറെ ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിക്കിളി ഇടയ്ക്ക് വഴക്കിട്ട് പോയി ഞങ്ങളോട്. എല്ലാവരും ആമ്പൽ വസന്തം കാണാൻ പോണേ. രാവിലെ പോണം, ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.